കാടിന്റെ നടുവിൽ 200 വർഷത്തിലേറെ പഴക്കമുള്ള നിഗൂഢമായ ഒരു കൊട്ടാരം. നാലുകെട്ടും നീണ്ട ഇടവഴികളും വിശാലമായ മുറികളുമൊക്കെയുള്ള കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഞങ്ങളിപ്പോൾ മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം പോകുന്ന റൂട്ടിലാണ്. കുട്ടിക്കാനം ടൗണിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് തിരിയുന്ന വഴി. കുട്ടിക്കാനം ടൗണൊക്കെ എത്തുന്നതിന് ഏകദേശം ഒരു 400 മീറ്റർ പുറകിൽ നിന്ന് ഇടതുവശത്തേക്ക് ഒരു വഴി തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ നിന്ന് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ജംഗ്ഷനിൽ നമുക്ക് സൈക്കിൾ റെന്റിന് എടുക്കാൻ പറ്റും. മണിക്കൂറിന് 50 രൂപ നിരക്കിൽ സൈക്കിൾ റെന്റിന് എടുത്തിട്ട് വേണേലും അങ്ങോട്ട് പോകാൻ പറ്റും. ഈ വഴി അവിടെ കുറച്ച് മുൻപോട്ടേക്ക് വരുമ്പം ഇങ്ങനെ രണ്ടായിട്ട് വഴി തിരിഞ്ഞ് പോകുന്നത് കാണാം. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലൂടെയുള്ള റൂട്ടിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ഇനി അങ്ങോട്ടും രണ്ട് സൈഡിലും കാടാണ്. അതുപോലെ തന്നെ വഴിയും അത്യാവശ്യം പൊളിഞ്ഞു കിടക്കുന്നതാണ്. കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിന്റെ ഗേറ്റ് കാണാൻ പറ്റും. ഗേറ്റ് കടന്ന് മുന്നിൽ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലൊരു സ്റ്റോൺ കാണാൻ പറ്റും. ഈ കാണുന്ന മുന്നോട്ടുള്ള വഴിയോടെ പോയി കഴിഞ്ഞാൽ കൊട്ടാരം വരെ നമുക്ക് ബൈക്കിലോ കാറിലോ ഒക്കെ ചെന്നെത്താൻ പറ്റും. പകരം ഞങ്ങൾ ഇതുവഴി സ്റ്റെപ്പ് ഉള്ളൊരു വഴിയോടെ കയറിയാണ് പോയത്. സ്റ്റെപ്പ് കയറി വരുന്നത് നേരെ അമ്മച്ചി കൊട്ടാരത്തിന്റെ മുന്നിൽ തന്നെയാണ്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. പണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ഇത് പണി കഴിപ്പിച്ചത്. മഹാരാജാവിന്റെ വേനൽക്കാല വസതിയായിരുന്ന ഇത് ഇന്ന് പഴയ പ്രൗഢിയും പ്രതാപവും ഒക്കെ നഷ്ടപ്പെട്ട് ജീർണിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഈ കാണുന്നതാണ് കൊട്ടാരത്തിന്റെ മുന്നിലൂടെയുള്ള വഴി. നമ്മൾ ആ സ്റ്റോണ് കണ്ടെടുത്തുന്ന മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വന്നെത്തുന്ന വഴിയാണിത്. എന്തുകൊണ്ടാണ് ഇതിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നതെന്ന് കുറച്ചു പേർക്കെങ്കിലും സംശയമുണ്ടായിരിക്കും. അതിന്റെ പിന്നിൽ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. തിരുവിതാംകൂറിൽ തായ് പദവി ഭരണകാലത്ത് റാണി പദവി രാജാവിന്റെ സഹോദരിക്കായിരുന്നു. രാജാവിന്റെ പത്നിക്ക് അമ്മച്ചി പദവിയും. അങ്ങനെ രാജാവിന്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. ഇപ്പോൾ ഈ അവസ്ഥയിലൊക്കെ ആണെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കൊട്ടാരം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കീഴിലാണ് ഉള്ളത്. ഇപ്പോൾ ഇത് സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനാണ്. മോഹൻലാലിന്റെ ലൂസിഫറും ഫഹദ് ഫാസിലിന്റെ കാർബൺ മൂവിയും ഒക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോഴും താഴെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. നല്ല കോടയോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ മഴയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരത്തിനകത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ നല്ല ശക്തമായ മഴ വന്നതുകൊണ്ട് ഇനി അകത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി. പുറത്ത് ഉള്ളതിനേക്കാളും കാട് പിടിച്ചാണ് ഇതിൻ്റെ അകം കിടക്കുന്നത്. സാധാരണ ഇതിൻ്റെ അകത്തേക്ക് കടക്കുവാൻ കുറച്ച് പ്രയാസമാണ്. ഇവിടെ തന്നെ അന്തേവാസിയായിട്ടുള്ള ധർമ്മലിംഗം എന്ന് പറഞ്ഞൊരു ആളാണ് ഇപ്പോൾ ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം പല സമയത്തും പല രീതിയിലുള്ള സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ചില സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറി കാണുവാൻ നമ്മളെ സമ്മതിക്കാറില്ല. ഏതായാലും ഞങ്ങൾ 1-2 തവണ ചോദിച്ചപ്പോൾ അദ്ദേഹം അകത്ത് കയറി കാണുവാൻ സമ്മതിച്ചു. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ കാട്ടിനകത്ത് ഈ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെ പാചകമൊക്കെ ചെയ്താണ് ആളിവിടെ കൂടിയിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ ഉൾഭാഗങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. പണ്ടിവിടെ പട്ടു പരവതാനികളും വിലമതിക്കാനാവാത്ത ഛായാചിത്രങ്ങളും തടി ഉപകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലും ഇവിടെ ഹൊറർ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് സംവിധായകർ പ്രിഫർ ചെയ്യാറുള്ളത്. ഇതിന്റെ ഉള്ളിൽ ഒരു തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അടുക്കള ഭാഗത്തിന് പിന്നിലായിട്ടുള്ള തുരങ്കം ഇപ്പോൾ അടഞ്ഞ നിലയിലാണ് ഉള്ളത്. ഇതിന്റെ ഒരു ഭാഗം ചെന്നെത്തുന്നത് മൈലുകൾക്ക് അപ്പുറത്തുള്ള പീരുമേട് ക്ഷേത്രത്തിന്റെ അടുത്തേക്കാണ് എന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.